2026 മാർച്ച് 9, 10, 11 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. ഇതര സംസ്ഥാന തൊഴിലാളികളെ അഥവാ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ചങ്ങാതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതി. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ആവശ്യമായ സഹായവും ഇടപെടലും നടത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ NRI പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ആവശ്യമായ സഹായവും ഇടപെടലും നടത്തുക എന്ന ലക്ഷ്യത്തോടെ NRI പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത്. വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്മൃതി മന്ദാന. ഇന്ത്യൻ താരമായ സ്മൃതി മന്ദാനയാണ് വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് ലോറ വോൾവാർട്ട്. ദക്ഷിണാഫ്രിക്കൻ താരമായ ലോറ വോൾവാർട്ടാണ് 2-ാം സ്ഥാനത്തുള്ളത്. 1-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ താരമായ സ്മൃതി മന്ദാനയാണ്. ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിനൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമാർഗത്തിനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച കഫേ കം റെസ്റ്റോറൻറ്റ് സുലഭം. ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിനൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമാർഗത്തിനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച കഫേ കം റെസ്റ്റോറൻറ്റാണ് സുലഭം. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഗവേഷണം നടത്തുന്ന സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ചിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2, 1-ാം സ്ഥാനം ഉക്രൈൻ. അപ്പോൾ ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2-ഉം 1-ാം സ്ഥാനത്തുള്ളത് ഉക്രൈനുമാണ്. ഗ്രഫീൻ ഇന്ത്യ 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ വേദി കൊച്ചിയാണ്. ഗ്രഫീൻ ഇന്ത്യ 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ വേദി. പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ചിറയിൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിലാണ് പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. 2026 നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡാണ് 2026 നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി. 2026 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ജോർജ് റസലാണ് 2026 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത്. മഹാകവി ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നത് ചിറയ്ക്കൽ. കണ്ണൂരിലെ ചിറയ്ക്കലാണ് മഹാകവി ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നത്. അടുത്തിടെ ലണ്ടനിലേക്ക് ആദ്യമായി കയറ്റുമതി ചെയ്ത കർബി ആംഗ്ലോങ് ഇഞ്ചി ഏത് സംസ്ഥാനത്തു നിന്ന് GI ടാഗ് ലഭിച്ച ഉൽപ്പന്നമാണ്? അസം. അപ്പോൾ അസാമിൽ നിന്ന് GI ടാഗ് ലഭിച്ച ഉൽപ്പന്നമാണ് കർബി ആംഗ്ലോങ് ഇഞ്ചി. ഇത് ലണ്ടനിലേക്ക് ആദ്യമായി അടുത്തിടെ കയറ്റുമതി ചെയ്യുകയുണ്ടായി. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക അവാർഡ് ലഭിച്ച വ്യക്തി TP വേണുഗോപാലനാണ്. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക അവാർഡ് ലഭിച്ച വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ തുന്നൽക്കാരൻ എന്ന കൃതിക്കാണ് ഉള്ളൂർ സ്മാരക അവാർഡ് ലഭിച്ചത്. യുനെസ്കോയുടെ 2026 ലോക എഞ്ചിനീയറിംഗ് ദിനത്തിൻ്റെ ഔദ്യോഗിക പങ്കാളിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കമ്പനി അദാനി ഗ്രൂപ്പാണ് യുനെസ്കോയുടെ 2026 ലോക എഞ്ചിനീയറിംഗ് ദിനത്തിൻ്റെ ഔദ്യോഗിക പങ്കാളിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ വേദി അഹമ്മദാബാദാണ് 2026 സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ വേദി. അടുത്തിടെ സ്വന്തമായി ബാർബി ഡോൾ മോഡൽ നൽകി ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ് അടുത്തിടെ സ്വന്തമായി ബാർബി ഡോൾ മോഡൽ നൽകി ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ചൊവ്വയുടെ ഉപരിതലത്തിൽ കടൽത്തീരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയത് ചൈനയുടെ ഷിറോങ് റോവറാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ കടൽത്തീരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയത് ചൈനയുടെ ഷിറോങ് റോവർ ആണ്. കേരളത്തിലെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാറാണ് കേരളത്തിലെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ.